Stay tuned to Kids Corner and set free from all tensions and worries. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കോൺസെൻട്രേഷൻ. വളരെയധികം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. പലപ്പോഴും നമുക്കത് ഉണ്ടാവുന്ന എപ്പോഴാണ്? ആസ് ഇൻ കോൺസെൻട്രേഷനിൽ പ്രോബ്ലംസ് പഠിക്കുമ്പോൾ അല്ലേ. പഠിക്കുമ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ നമ്മളുടെ പല ചിന്തകളിലേക്ക് പോകും. നമ്മുടെ കളിക്കുന്ന കാര്യങ്ങളാവാം, വീഡിയോ ഗെയിംസ് ആവാം. അതേപോലെ തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ പോകുന്ന ഒരു സ്ഥലമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. അത് ഏറ്റവും കൂടുതൽ പള്ളിയിൽ കുർബാന കാണുമ്പോൾ പല ചിന്തകളിലേക്ക് പോകാറില്ലേ. അപ്പോൾ ഇന്ന് തൊട്ട് നമുക്ക് ആ ഒരു പരിപാടി അങ്ങ് നിർത്താം. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷനെ കുറിച്ച് കൂടുതൽ നമ്മളോട് സംസാരിക്കാനായിട്ട് ഡോക്ടർ ജൂലിയോ അങ്കിൾ ഉണ്ട്. അപ്പം അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ വചനവും സുകൃജപവും പഠിക്കാം. ഇന്നത്തെ വചനം ഇതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഒന്ന് റിപ്പീറ്റ് ചെയ്യോ. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഓക്കെ. ഇനി സുകൃജപം. ഈശോയെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാനും പഠിക്കുവാനുമുള്ള കൃപ തരണമേ. ഈശോയെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാനും പഠിക്കുവാനുള്ള കൃപ തരണമേ. ഓക്കെ. അങ്കിളെ, പഠിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അതെന്താ അങ്ങനെ? അതിന് പല കാരണങ്ങളുണ്ട് മോനെ. അങ്കിളും ചെറുതായിരുന്നപ്പോൾ അങ്കിളും പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടില്ല. ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ കാരണങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഏകാഗ്രതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കുന്ന കാര്യമാണല്ലോ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ മനസ്സ് മാത്രമാണോ? ആണോ? അല്ല. ഒരു കുട്ടി അല്ലെ ഒരാൾ മനസ്സ്, ആത്മാവ്, ശരീരം. അതിലേറ്റവും സെൻട്രലായിട്ടുള്ള പാർട്ട് ഏതാണ്? ആത്മാവ്. അത് കഴിഞ്ഞ് മനസ്സ്, പിന്നെ നമ്മുടെ പുറമേ ഉള്ളതാണ് ശരീരം. അപ്പം നമ്മുടെ മനസ്സിനെ ശരിക്കും നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിനെ ശരിയായിട്ട് ഉള്ള രീതിയിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആത്മാവിൽ ഈശോ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആണ് നമുക്ക് ശരിക്കും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കും, നമുക്കത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, എന്നാൽ പലപ്പോഴും അത് പറ്റണമെന്നില്ല. അല്ലെങ്കിൽ നമ്മൾ തീരുമാനമെടുത്ത് കാണും, അത് കഴിഞ്ഞ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ട് പിന്നെ ചെയ്യാൻ നോക്കുമ്പം അത് പലപ്പോഴും പറ്റിയല്ല. അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മാവ്, മനസ്സ്, ശരീരം. നമ്മുടെ ആത്മാവിൽ ഈശോ ഉണ്ടെങ്കിൽ മനസ്സിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ പറ്റും. അങ്കിള് പറഞ്ഞ പോലെ മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മനസ്സിനെ ഏകാഗ്രമാക്കാനായിട്ട് പല വഴികളുണ്ട് മോനെ. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഈ ടോപ്പിക്ക് ഒന്ന് സെർച്ച് ചെയ്യാനായിട്ട് ഞാൻ ഇൻ്റർനെറ്റിൽ നോക്കി. അപ്പോൾ ഇൻ്റർനെറ്റിൽ നോക്കിയപ്പം അവർ കുറച്ച് ടെക്നിക്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ആദ്യം ഒന്ന് വായിക്കാം. പക്ഷേ അതല്ല, അതിൽ പല കാര്യങ്ങൾ വേറെയുമുണ്ട്. ടോപ്പ് 10 ടിപ്സ് ഫോർ ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ. സ്റ്റാർട്ട് അസൈൻമെൻറ്റ്സ് വിത്ത് സം ഇൻട്രസ്റ്റ് അബൌട്ട് ദ മെറ്റീരിയൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊരു താല്പര്യം വേണം. ആ താല്പര്യത്തോടു കൂടി നമ്മൾ തുടങ്ങുക. കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. ഡെലിഗേറ്റ് എ പ്ലേസ് വെയർ യു ഗോ ഫോർ സ്റ്റഡി. യൂസ് പ്രോപ്പർ ലൈറ്റിംഗ്. ഒരു നല്ല വെളിച്ചം വേണം. ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി ഉള്ളിടത്ത് ഇരിക്കുവാണെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കാൻ പറ്റുമോ? ഇല്ല. ഐഡൻറ്റിഫൈ യുവർ ഡിസ്ട്രാക്ഷൻസ്. ഫൈൻഡ് വേയ്സ് ടു ഡിക്രീസ് ദം ഓർ ടു പോസ്റ്റ്പോൺ ദം അണ്ടിൽ സ്റ്റഡി ബ്രേക്ക്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫോൺ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോൺ അടുത്തുണ്ടെങ്കിൽ അത് സ്വിച്ച് ഓഫ് ചെയ്യുക. പ്ലെയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുക. അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക. ഡിക്രീസ് നോയ്സസ് അറൗണ്ട് യു വൈൽ സ്റ്റഡിങ്. യൂസ് ആക്റ്റീവ് സ്റ്റഡി ടെക്നിക്സ്. സിറ്റ് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിവർന്നിരിക്കുക. ഇങ്ങനെ നമ്മൾ വളരെ ചാരി ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉറക്കം വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുക. Divide your work into small manageable tasks that can be completed in a short period.
എന്ന് പറഞ്ഞാൽ ഒരു ചെറുതായിട്ടുള്ള ഓരോ സ്റ്റെപ്പായിട്ട്. ഇപ്പോൾ ഒരു വലിയ കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാതെ ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്യുക. യൂസ് ടൈംസ് ഓഫ് പീക്ക് അലർട്ട്നെസ് ഫോർ സ്റ്റഡിങ് ഡിഫിക്കൽട്ട് ഓർ ലെസ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമമുള്ളൊരു കാര്യമുണ്ട്, അല്ലെ കണക്ക് ഒരാൾക്ക് വിഷമമായിരിക്കും, അല്ലെ ഒരാൾക്ക് സയൻസ് വിഷമമായിരിക്കും. നമുക്ക് വിഷമമുള്ളത് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് നമ്മൾ വളരെ അലർട്ടായിട്ടിരിക്കുന്ന സമയത്ത് വേണം ചെയ്യാൻ. പിന്നെ ഇടയ്ക്ക് ടേക്ക് ബ്രേക്സ് വെൻ യു ഹാവ് കംപ്ലീറ്റഡ് ടാസ്ക് ഓർ വെൻ യു ഫീൽ യുവർ കോൺസെൻട്രേഷൻ ഹാവ് ഡിക്രീസ്ഡ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകാഗ്രത കുറച്ച് മാറിപ്പോകുന്നു എന്ന് തോന്നുമ്പോൾ നമ്മളൊരു ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പഠിക്കുക, ഒരു 40 minutes പഠിക്കുക, അതിനുശേഷം ഒരു ബ്രേക്ക് എടുക്കുക. ദെൻ കം ബാക്ക് ആൻഡ് സ്റ്റഡി അറ്റ് എ ലേറ്റർ ടൈം. അപ്പോൾ ഇത് ഒരു കുറച്ച് ടിപ്സ് വരെ ഇൻ്റർനെറ്റിൽ നോക്കിയപ്പോൾ അങ്കിളിന് കിട്ടിയതാണ്. അപ്പോൾ അങ്കിൾ ആലോചിച്ചു, ഇത് കൊള്ളാം, നല്ല ടിപ്സ് തന്നെ. പക്ഷേ ഇത് കൊണ്ട് മാത്രം കാര്യമായോ? ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല. കാരണം ഈ ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടതായിട്ട് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കാര്യങ്ങൾ വരുന്ന ഇതിലെയാണെന്ന് അറിയാമോ? ത്രൂ അവർ 5 senses. എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നു. അതാ മെയിനായിട്ട് ഈ 2 senses. ബാക്കിയുള്ളത് ഈ കാര്യത്തിൽ അത്ര പ്രസക്തമല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് പിന്നെ അതിനെക്കുറിച്ചാണ് നമ്മളുടെ ചിന്ത. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പലരും കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ചിലതിലൊക്കെ ആണെങ്കിൽ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല മോറൽ വാല്യൂസ് ഇല്ലാത്ത ഗെയിംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗെയിംസിലൊക്കെ നമ്മൾ ഏർപ്പെട്ട് കഴിയുമ്പോഴത്തേനും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഏകാഗ്രതയില്ല. അത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നു, ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഏകാഗ്രമായിട്ട് പഠിക്കാൻ പറ്റില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് ക്രമീകരിക്കണം. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ മെഡിസിനിൽ പഠിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കാർഡിയോളജി, നെഫ്രോളജി എന്നൊക്കെ കേട്ടിട്ടില്ലേ? പക്ഷേ നിങ്ങളിങ്ങനെ പ്രിവെൻറ്റീവ് മെഡിസിൻ എന്നൊരു ബ്രാഞ്ച് കേട്ടിട്ടുണ്ടോ? പ്രിവെൻറ്റീവ് മെഡിസിൻ, സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ ഇല്ല. അപ്പോൾ ആ പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, അതാണ് പ്രിവെൻറ്റീവ് മെഡിസിൻ. ഇപ്പം ഒരാൾ പുകവലിക്കുന്നു, മദ്യപാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഭയങ്കര കൊഴുപ്പുള്ള ആഹാരം കഴിക്കുന്നു, ഇതെല്ലാം കഴിഞ്ഞ് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിനെ ട്രീറ്റ് ചെയ്യുന്നു, അതൊന്നും ഒരു രീതിയിൽ. അല്ലെങ്കിൽ നമുക്ക് പുക വലിക്കാതിരിക്കാം, എക്സസൈസ് ചെയ്യാം, കൊഴുപ്പുള്ള ആഹാരം കഴിക്കാതിരിക്കാം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അസുഖം വരാതിരിക്കാം. സോ ദാറ്റ് ഈസ് പ്രിവെൻറ്റീവ് മെഡിസിൻ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ആലോചിച്ച് ശരിക്ക് നമ്മളൊരു പ്രിവെൻറ്റീവായിട്ടുള്ള ഒരു ആത്മീയത നമുക്കുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കാണാതിരിക്കുക, കേൾക്കാതിരിക്കുക, നമ്മുടെ മനസ്സ് ഒത്തിരി ശാന്തമായിരിക്കും. അനാവശ്യമായ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവില്ല. നമ്മുടെ മനസ്സ് വളരെ ഏകാഗ്രമായിരിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ മനസ്സൊരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണെന്നാണ് പറയുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എന്തെങ്കിലും ഫീഡ് ചെയ്യുന്നു, അതിൽ നിന്നുള്ള ഡേറ്റ അല്ല പിന്നെ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ മനസ്സിലേക്ക് എന്താണോ ഫീഡ് ചെയ്യുന്നത് അത് വീണ്ടും ചിന്തകളായിട്ട് പുറത്തു വരുന്നു, നമ്മുടെ മനസ്സിലേക്ക് പോകുന്നു, നമ്മുടെ ഹൃദയത്തിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് അത് ചിന്തകളായിട്ട് പുറത്തു വരുന്നു. അപ്പം നല്ല കാര്യങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചിന്തകൾ വരും. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇപ്പം നമ്മൾ പുറത്തിറങ്ങി പോകുമ്പോൾ നമ്മൾ എവിടെ നോക്കുന്നു? കാരണം ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ പോസ്റ്ററുകൾ, അതല്ലെങ്കിൽ നമ്മൾ TV-യിൽ ഒത്തിരി ഷോസ് ഉണ്ട്. അപ്പം ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് ഉള്ളത് നമ്മൾ ഒന്ന് നോക്കി ആവശ്യമില്ലാത്ത നമ്മൾ കാണാൻ പോകരുത്. അപ്പോൾ നമ്മുടെ മനസ്സിനെ പല രീതിയിൽ നമുക്ക് ശാന്തമാക്കാൻ പറ്റും, ഏകാഗ്രമാക്കാൻ പറ്റും, പഠിക്കുന്നത് കൂടുതൽ ഏകാഗ്രതയോടുകൂടി പഠിക്കാൻ പറ്റും. മനസ്സിലായോ? അങ്ങളെ ഇതേപോലെ മനസ്സിനെ നിയന്ത്രിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതെനിക്ക് പറ്റുമോ എന്നാണ് എൻ്റെ സംശയം. എന്തു തോന്നുന്നു? പറ്റുമോ? സംശയിക്കേണ്ട കാര്യമില്ല കുട്ടികളെ, പറ്റും. അതെന്താ അങ്ങൾ അങ്ങനെ പറയുന്നത്? കാരണം ഈശോ അല്ലേ നമ്മുടെ കൂടെ ഉള്ളത്. ഈശോ എന്താ പറഞ്ഞ? വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. ഈശോ എന്താ പറഞ്ഞ? വിശ്വസിക്കുന്നവർക്ക് കുറച്ച് കാര്യങ്ങൾ സാധിക്കുമെന്നാണ് പറഞ്ഞത്. വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഏകാഗ്രത ഇല്ലാത്തവർക്കാണെങ്കിൽ ഏകാഗ്രത ഉണ്ടാകാനും ഒക്കെ സാധ്യമാണെന്നാണ് ഈശോ പറയുന്നത്. അതേസമയം നമ്മൾ മനസ്സിലൊന്ന് സംശയിച്ച് കഴിഞ്ഞാൽ ആ ഈശോയ്ക്ക് അതുപോലെ നമ്മളെ സഹായിക്കാൻ പറ്റില്ല. ചിലർക്ക് സ്വതവേ എളുപ്പമാണ് ഏകാഗ്രതമായിരിക്കാനായിട്ട്. പക്ഷെ ചിലരുടെ നേച്ചർ വളരെ ആക്റ്റീവാണ്. അവർ കുറച്ച് സാധാരണയിൽ കൂടുതൽ ആക്റ്റീവാണ്. ബുദ്ധി കൂടുതലുള്ള കുട്ടികൾക്ക് അങ്ങനെയാണെന്നാണ് പറയുന്നത്. അവർ ചിലപ്പോൾ ഇച്ചിരി കൂടുതൽ ആക്റ്റീവായിരിക്കും.
അവർക്ക് ശ്രദ്ധിച്ചിരിക്കാനായിട്ട് ചിലപ്പോൾ അവർക്ക് ഓരോ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനായിട്ടായിരിക്കും അവർക്ക് തോന്നുന്നത്. പക്ഷെ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മൾ ഏത് ടൈപ്പ് ആണെങ്കിലും ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ, ഈശോ സഹായിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏകാഗ്രമായിട്ട് ഇരിക്കാൻ പറ്റും. അതൊരു കാര്യം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോ പോകുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്? സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈശോ എന്താ പറഞ്ഞത്? നമുക്കൊരു സഹായകനെ തരുമെന്നല്ലേ പറഞ്ഞത്? നമ്മളെ തന്നെ വിടുമല്ല, ഒരു സഹായകനെ തരുമെന്നാണ് പറഞ്ഞത്. ജീസസ് സെഡ് ഹി വിൽ ഗീവ് us the Holy Spirit, who is the helper, who will be with us for all times. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ആരെയാണ് സഹായിക്കുന്നത്? ഈ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും അല്ലെങ്കിൽ ഈ സാർമാരെയൊക്കെ മാത്രമേ സഹായിക്കുള്ളൂ? കൊച്ചു പിള്ളേരെ പരിശുദ്ധാത്മാവ് സഹായിക്കുമോ? സഹായിക്കും. അപ്പം നമുക്ക് പഠിക്കാനായിട്ട് ഏകാഗ്രത ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രത ഇല്ലെങ്കിൽ, വി ആസ്ക് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും പഠിക്കാനായിട്ട്, കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട്, ക്രമമായിട്ട് ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അപ്പം അങ്കിളിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ കേട്ടോ, ഒരാൾ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ് കേട്ട അങ്കിളിന് വളരെ ഒരു അത്ഭുതമായിട്ട് തോന്നി. അപ്പം അത് അമേരിക്കയിൽ നടന്നൊരു സംഭവമാണ്. അപ്പോൾ അത് ആ ഒരു പർട്ടിക്കുലർ പാസ്റ്ററിൻ്റെ ഒരു പ്രെയർ മീറ്റിംഗ്. ആ പ്രെയർ മീറ്റിങ്ങിൽ ഒത്തിരി ആളുകൾ വന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സാധാരണക്കാരായിട്ടില്ല. പക്ഷേ അതിലൊരു കുട്ടി, ഒരു 10-12 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് ശരിക്കും മാനസിക വളർച്ചയില്ല, മെൻ്റലി റിട്ടാർഡ്. പക്ഷേ ഇത് അമ്മയുടെ കൂടെ എല്ലാ പരിപാടിക്കെല്ലാം വരും, ഇതിലെല്ലാം കൂടും. അപ്പോൾ ഇയാൾ പാസ്റ്റർ വിചാരിച്ചോ ഇത് കഷ്ടമാണല്ലോ. പക്ഷെ ഒരു ദിവസം ഇവരെല്ലാവരും കൂടി ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നു, അവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഈ കുട്ടി, കുറച്ച് മാനസികമായിട്ട് വളർച്ച കുറവുള്ള ഈ കുട്ടിയും നടന്നു വന്നു. എന്നിട്ട് ആ കുട്ടി പ്രാർത്ഥിക്കാനായിട്ട് നിന്നു. അപ്പോൾ പാസ്റ്റർ വിചാരിച്ചോ പ്രാർത്ഥിച്ചേക്കാം, പ്രാർത്ഥിച്ചില്ല, പ്രത്യേകിച്ചൊന്നും വിചാരിച്ചില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ആ കുട്ടിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചു. അതെല്ലാം കഴിഞ്ഞു. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അവിടുന്ന് അയാൾ സ്ഥലം മാറി വേറെ സ്ഥലത്തേക്ക് പോയി. വർഷങ്ങൾക്ക് ശേഷം ആ പാസ്റ്റർ ആ സ്ഥലത്ത് തിരിച്ചു വന്നു. അപ്പോൾ ആ പാസ്റ്ററിന് ഒരു ആഗ്രഹം, അവിടെയുള്ള ബാക്കിയുള്ളവരെയൊക്കെ കണ്ടു, സുഹൃത്തുക്കളെയൊക്കെ കണ്ടു, ഈ കുട്ടിയുടെ കാര്യം ഒന്ന് ചോദിക്കണം. ഓളി എന്നാണ് ആ കുട്ടിയുടെ പേര്. അവൾ എങ്ങനെയുണ്ട്, അവൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ അവിടെ പരിചയമുള്ളവരെയൊക്കെ അടുത്ത് പോയി കണ്ടപ്പം അവർ പറഞ്ഞു, ഓ ഓളി, ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അയാളെ പുറത്തേക്ക് നിർത്തിയിട്ട് ചോദിച്ചു, ഇത് അങ്ങോട്ടൊന്ന് നോക്കി, അവിടെ ഒരു വലിയ കെട്ടിടം കണ്ടോന്ന് ചോദിച്ചു. ഒരു മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ് കണ്ടു. അത് ഷീ ബിൽറ്റ് ദാറ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഷീ ഹാസ് സ്റ്റഡീഡ് എഞ്ചിനീയറിംഗ്, ഗോൺ ഇൻ ടു കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽറ്റ് ദാറ്റ് ബിൽഡിംഗ്. പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ കുട്ടിക്ക് ക്രമേണ മാറ്റം വന്നു. സാധാരണ നിലയിലായി എന്ന് മാത്രമല്ല, സാധാരണ ആൾക്കാർ ചെയ്യുന്നതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ഷീ ബിക്കെയിം എ ബിൽഡർ ആൻഡ് ഫൈനലി ഷീ ബിൽഡ് ദാറ്റ് ബിൽഡിംഗ്. അപ്പോൾ എന്താ, ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. വിശ്വാസം അല്ലെ വിശ്വസിക്കുക എന്നുള്ളത് മനുഷ്യർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വലിയ ഒരു ഉത്തമമായ കഴിവ്. അത് മൃഗങ്ങൾക്കില്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഏത് കാര്യവും, നമ്മുടെ ജീവിതത്തിലുള്ള ഏത് സാഹചര്യത്തെയും നമുക്ക് അതിജീവിക്കാൻ പറ്റും. അത് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അത് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഈശോ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്കിളിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ടെക്നിക്സ് ഒക്കെ കിട്ടിയല്ലേ, പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ശ്രദ്ധയോടെ നിൽക്കാൻ. അപ്പോൾ ഈ ടെക്നിക്സ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കണം, കസിൻസ്, നിങ്ങളുടെ ബ്രദേഴ്സിനോട് സിസ്റ്റേഴ്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അടുത്തത് നമുക്കൊരു ആക്ഷൻ സോങ് കാണാം. അപ്പോൾ വചനവും സുഖിച്ച് പോയിട്ട് വരാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നീ സുഹൃജപം ഈശോയെ ഏകാഗ്രതയോടെ പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ള കൃപ എനിക്ക് തരണമേ. ഓക്കെ. Love
അമ്മാമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന മോണിക്ക പുണ്യവതിയുടെ കഥയാണ്. ഈ മോണിക്ക പുണ്യവതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഭയങ്കര പാപത്തിൽ ജീവിച്ചിരുന്ന അഗസ്റ്റിനെ പ്രാർത്ഥിച്ച് വിശുദ്ധ അഗസ്റ്റിനാക്കി. ഈ വിശുദ്ധ അഗസ്റ്റിൻ ആരാണ്? മോണിക്ക പുണ്യവതിയുടെ മകൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ കേൾക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയില്ലേ? പ്രാർത്ഥിച്ച ഒരാളെ വിശുദ്ധനാക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് അറിയണ്ടേ കഥ. അപ്പോൾ ഇന്ന് നമുക്ക് അമ്മാമ്മ കഥ പറഞ്ഞു തരും. അപ്പോൾ വചനവും സുഹൃത്തുമായിട്ട് പറയാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഈ സുഹൃജപം ഈശോയെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാനും പഠിക്കുവാനുമുള്ള കൃപ തരണമേ. ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് വിശുദ്ധ മോനിക്കയെക്കുറിച്ചാണ്. വിശുദ്ധ മോനിക്ക എല്ലാ മാതാപിതാക്കൾക്കും വലിയൊരു മാതൃകയായിരുന്നു. അതായത് പാപത്തിൽ ജീവിച്ചിരുന്ന ഭർത്താവിനെയും മകനെയും അതിൽ നിന്ന് മോചിപ്പിച്ച് ഏറ്റവും നല്ലവരാക്കി മാറ്റി. അവളുടെ പ്രാർത്ഥനയും പരിത്യാഗവും ഒരുപാട് സേവന സന്നദ്ധതയും എല്ലാം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ് അവരെ വീണ്ടെടുക്കാൻ സാധിച്ചത്. മോനിക്ക ജനിച്ചത് ആഫ്രിക്കയിലെ ഒരു പട്ടണത്തിലാണ്. അവൾക്ക് 3 മക്കളുണ്ടായിരുന്നു. മോനിക്ക വളരെ സൗമ്യശീലയും മാതാപിതാക്കളെ അനുസരിച്ചും വളരെ നല്ലവളായിട്ടാണ് വളർന്നു വന്നത്. മോനിക്കയുടെ ജീവിതം കണ്ടുകൊണ്ട് അനേകർ മാനസാന്തരത്തിലേക്ക് വരാനിടയായി. മോനിക്ക ചെറുപ്പത്തിലെ തന്നെ ദൈവസ്നേഹത്തിലും പ്രാർത്ഥനയിലുമൊക്കെയാണ് വളർന്നത്. ഒരുപാട് സമയം പ്രാർത്ഥിക്കുമായിരുന്നു. ചെറുപ്പത്തിലെ തന്നെ ആ പ്രാർത്ഥനാശീലം വളർത്തിയെടുത്ത് അത് അമ്മയുടെ സ്വഭാവ ഗുണമായിരുന്നു. ഏതാണ്ട് 16 വയസ്സായപ്പോൾ നല്ല സുന്ദരിയും സുശീലയുമായിട്ടാണ് വളർന്നു വന്നത്. അപ്പോൾ ഇവളെ വിവാഹം കഴിച്ചയക്കാനായിട്ട് മാതാപിതാക്കൾ കണ്ടുപിടിച്ചത് പെട്രീഷ്യസ് എന്ന് പേരായ ഒരു ധനാഢ്യനായിരുന്നു. അയാൾക്ക് ഒത്തിരി സ്വത്തുണ്ട്, പക്ഷേ അയാൾക്ക് വേണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് സൽസ്വഭാവമില്ല, ഒരുപാട് പാപത്തിനടിമയായിരുന്നു. തന്നെയുമല്ല, അയാളുടെ ദേഷ്യം അനുഭവിക്കാത്ത ഒരാളും ആ നാട്ടിലുണ്ടായിരുന്നില്ല. അത്രമാത്രം പെട്ടെന്ന് മുൻകോപം ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇത് നേരത്തെ അറിയാമായിരുന്നു. മാതാപിതാക്കൾ അതൊന്നും സാരമായിട്ട് കണക്കാക്കിയില്ല. അവർ ഇയാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇയാളുടെ തനി സ്വരൂപം മോനിക്കയ്ക്ക് മനസ്സിലായത്. മോനിക്ക നിരാശപ്പെട്ടില്ല. അവൾ മനസ്സിലൊരു ഉറച്ച തീരുമാനമെടുത്ത് ഇയാളുടെ ഒരു കുറ്റവും, അതായത് ഭർത്താവിൻ്റെ ഒരു കുറ്റവും മറ്റുള്ളവരോട് പറയില്ല. എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും അത് സ്നേഹം കൊണ്ട് നേരിടും. അതുപോലെ തന്നെ അയാൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കും. അയാളെ ശരിക്കും ഒരു നല്ല മനുഷ്യനാക്കി മാറ്റാൻ ഞാൻ അങ്ങേയറ്റം ശ്രമിക്കും. ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ആ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ഇവൾ പ്രാർത്ഥിക്കുമെന്നല്ലേ പറഞ്ഞിരുന്നത്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് അവിടെ വലിയ തടസ്സമായിരുന്നു. പ്രാർത്ഥിക്കാൻ പോകണമെന്നും ഈ ഭർത്താവിനും ഇഷ്ടമല്ല, അയാളുടെ അമ്മയ്ക്കും ഇഷ്ടമല്ല. എങ്കിലും അവരെയൊക്കെ ഒളിച്ചാണ് ഇവൾ രാത്രിയാണ് മുഴുവൻ സമയവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഭർത്താവിനെ എങ്ങനെയും മാനസാന്തരപ്പെടുത്തി എടുക്കണമെന്നുള്ള ആ ഉറച്ച തീരുമാനത്തിൽ ഇവൾ നിലനിന്നു. ഇയാൾ എന്തെല്ലാം ദ്രോഹം ചെയ്താലും വളരെ സ്നേഹത്തോടു കൂടി തന്നെ അയാളോട് പെരുമാറിയിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾക്ക് കുറേശ്ശെ മാനസാന്തരം തുടങ്ങി, കുറ്റബോധം തുടങ്ങി. ഇയാൾ എപ്പോഴും വിചാരിക്കും, ഇവളെ ഞാൻ എന്തുമാത്രം ഉപദ്രവിച്ചിട്ടും എന്തുമാത്രം ഇവളെ വേദനിപ്പിച്ചിട്ടും അവൾ എന്നെ ഇതേവരെ മറുത്തൊരു വാക്കുപോലും പറഞ്ഞുകൊണ്ട് എന്നെ വേദനിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇയാൾക്കൊരു കുറ്റബോധമായി. അത് ശരിക്കും പറഞ്ഞാൽ അത് മാനസാന്തരത്തിലേക്ക് നയിച്ച്.
അങ്ങനെ അയാൾ മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനിയായി. ഇയാൾ വിജാതീയനായിരുന്നല്ല, അയാൾ ക്രിസ്തീയ സഭയിലേക്ക് മാമോദീസ വഴി ക്രിസ്ത്യാനിയായി ജീവിച്ചു. ഇവർക്ക് 3 മക്കളുണ്ടായിരുന്നു. മൂത്തയാളാണ് അഗസ്റ്റിൻ. അഗസ്റ്റിൻ വളരെ ചെറുപ്പത്തിലേ തന്നെ അമ്മയുടെ കൂടെ നടന്ന് അമ്മയുടെ സ്വഭാവമൊക്കെ പകർത്തി ജീവിച്ച ഒരു മനുഷ്യനാണ് ചെറുപ്പത്തിൽ. അത് കഴിഞ്ഞ് ചെറുപ്രായം കഴിഞ്ഞ് കാർത്തേജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പഠിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചീത്ത കൂട്ടുകെട്ടൊക്കെ കൂടി, തന്നെയല്ല അമ്മയുടെ സാന്നിധ്യം ഇല്ലല്ലോ, അത് കാരണം ഇവൻ ചീത്തയാകാൻ തുടങ്ങി, പാപത്തിൻ്റെ വഴിയിലേക്ക് പോകാൻ തുടങ്ങി. ഇതമ്മ അറിഞ്ഞു. അമ്മയ്ക്ക് ആകെ വെപ്രാളമായി. അമ്മ മകന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയും അവനെ ഉപദേശിക്കുകയൊക്കെ ചെയ്ത്. പക്ഷേ അവൻ വഴിവിട്ട് പോയി. അതായത് മാമോദീസ മുങ്ങിയിട്ടില്ലല്ലോ. ഇവൻ ഒരു അന്യ തിരുസഭയെ അകറ്റി നിർത്തുന്ന പല പാഷണതയെന്ന് പറയും അതിന്. അതായത് സഭയുടെ പഠനത്തിന് വിപരീതമായിട്ടുള്ള പഠനം, അത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ അമ്മയ്ക്ക് സഹിച്ചില്ല. അമ്മ അങ്ങേറ്റം സ്നേഹിക്കുന്ന തിരുസഭയെ ഇങ്ങനെ അവഗണിക്കുന്നതും പീഡിപ്പിക്കുന്നതും ഒക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് സഹിച്ചില്ല. അമ്മ ഒത്തിരി വേദനയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവൻ ഈ മാമോദീസ എന്ന് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യമാണ്. അപ്പം അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് മാമോദീസ മുക്കി ഇതിനകത്തേക്ക് കൊണ്ടുവരണം, സഭയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഭയങ്കര തീക്ഷ്ണമായ ആഗ്രഹമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ റോമിലേക്ക് പോകണമെന്ന് കേട്ട് വേഗം അമ്മയും അമ്മ കൂടെ പോയി റോമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ മാറിക്കളഞ്ഞു. ഇവൻ വേറൊരു സ്ഥലത്തേക്ക് പോയി, മിലാനിലേക്ക് പോയി. അവിടെയും അമ്മ ചെന്ന് ഇവനെ ഇങ്ങനെ നിരന്തരം ഉപദേശിച്ചും ഇവന് വേണ്ടി പ്രാർത്ഥിച്ചും ഇവന് വേണ്ടി ഒരുപാട് സഹിച്ചും. ഈ യാത്രയൊക്കെ ഈ പ്രായമായ ആളുകൾക്ക് പറ്റില്ല. പക്ഷേ ഇവനെ പോലെ തന്നെ യാത്ര ചെയ്ത് ഇവൻ്റെ കൂടെ താമസിച്ച് ഇങ്ങനെ അമ്മ ഉപദേശിച്ചും വിളിച്ചൊക്കെ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. ഒടുവിൽ അംബ്രോസ് എന്ന് പറഞ്ഞൊരു അംബ്രോസ് മെത്രാൻ്റെ ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ സഭയെക്കുറിച്ചുള്ള ആ തെറ്റിദ്ധാരണ മാറാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരു കൂട്ടുകാരൻ ഇവൻ്റെ അടുത്ത് നിരന്തരം വരുമായിരുന്നു. അവനൊരു ദിവസം പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യ്, പൗലോസ് അപ്പോസ്തലൻ്റെ റോമാക്കാരുടെ ലേഖനം എടുത്തു വെച്ച് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അവനിത് എടുത്തു വെച്ച് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവന് മനസ്സിലായത് ഞാൻ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലെയാണെന്ന് മനസ്സിലായി. അവനപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ചിന്തിച്ച് അവന് മനസ്സിലായി തെറ്റ് തിരുത്താൻ തുടങ്ങി. അങ്ങനെ അംബ്രോസ് മെത്രാൻ്റെ പ്രസംഗം കേട്ടുകൊണ്ട് പല പ്രാവശ്യം പ്രസംഗം കേട്ടുകൊണ്ട് ഇവനും ശരിക്കും മാനസാന്തരത്തിലേക്ക് വന്ന് മാമോദീസ മുങ്ങാനായിട്ട് അമ്മയുടെ പ്രേരണയിൽ മാമോദീസ മുങ്ങി. ഇവനോടൊപ്പം ഇവൻ്റെ കൂട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി മാമോദീസ മുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ അച്ഛനാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. അങ്ങനെ അച്ഛനായി. അത് കഴിഞ്ഞൊരു മെത്രാനായി കഴിഞ്ഞപ്പോൾ അതായത് സഭയിൽ ഏറ്റവും വലിയൊരു മെത്രാൻ, ഒരുപാട് പ്രസംഗിക്കാനും ഒരുപാട് നല്ലൊരു പണ്ഡിതനായിരുന്നു, നല്ലൊരു ദൈവശാസ്ത്ര പണ്ഡിതനായിരുന്നു ഈ അഗസ്റ്റിൻ. അപ്പോൾ അവിടം വരെയൊക്കെ എത്തിച്ചത് ആരാണ്? സ്വന്തം അമ്മ അല്ലേ? അമ്മയുടെ സ്നേഹവും അമ്മയുടെ ത്യാഗോജ്വലമായ ജീവിതവും കണ്ടുകൊണ്ട് മകന് മാനസാന്തരം ഉണ്ടായി. വലിയൊരു വിശുദ്ധനായിട്ട് മാറി. അമ്മയും ഒരു വിശുദ്ധയായി, അമ്മയും മകനും വിശുദ്ധരായി. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ മക്കളെ ചൊല്ലി വേദനിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അതായത് തെറ്റായ ജീവിത രീതി കണ്ടിട്ട് അവർക്കൊന്ന് തിരുത്താനും പറ്റണില്ല, അവരെ ഉപദേശിക്കാനും പറ്റണില്ല. കണ്ണുനീരുണ്ട്, പക്ഷെ അത് ദൈവസന്നിധിയിലേക്ക് എത്തണില്ല. ദൈവസന്നിധിയിലേക്ക് എത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ വലിയ അത്ഭുതം നടക്കുന്നത്.
അല്ലേ? പാപത്തിൻ്റെ ആ ചേറ്റിൽ കിടന്നു വെച്ച അഗസ്റ്റിനെ എങ്ങനെയാക്കി അമ്മ? വലിയൊരു വിശുദ്ധനാക്കി, അല്ലേ? ഇന്ന് സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് അഗസ്റ്റിൻ. അതുപോലെ തന്നെ മോനിക്ക എല്ലാ മാതാപിതാക്കൾക്കും വലിയൊരു മാതൃക. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ന്യൂസ് പേപ്പർ വായിച്ചു കഴിയുമ്പോൾ എങ്ങനെയാ? പ്രശ്നമാണല്ലേ? സാരില്ല. ഇനി മുതൽ നമ്മളിപ്പോൾ ഈ വിഷ്വലിൽ കണ്ടതുപോലെ എപ്പോൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ വീട്ടുകാരിൽ ആരെങ്കിലും വായിച്ചു കഴിഞ്ഞാലും അത് നീറ്റായിട്ട് മടക്കി വയ്ക്കണം. ഓക്കെ? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നിങ്ങൾ കോൺസെൻട്രേഷനെ കുറിച്ച് കുറേ അറിഞ്ഞു, കുറേ സംശയങ്ങളും തീർത്തു അല്ലേ? ഇനി മുതൽ പള്ളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കും, പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യും. നമുക്ക് കുറേ ടെക്നിക്സും മനസ്സിലായി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊന്നും കൂടെ വചനവും സുകൃതവും ഏറ്റു പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഓക്കെ, ഇനി സുഗർജപം. ഈശോയെ ഏകാഗ്രതയോടെ പഠിക്കാനും പ്രാർത്ഥിക്കുവാനുള്ള കൃപ തരണമേ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.